അതിലൽപ്പം കർപ്പൂരവും സുഗന്ധവും ആക്കണം. എന്നിട്ട് ശരീരത്തിന്റെ ദ്വാരങ്ങളിലൊക്കെയും ഈ പരുത്തി വെക്കണം. മിനൽ ഉദുനൈൻ, ശരീരത്തിന്റെ ദ്വാരങ്ങൾ 2 കാതാണ്. വൽ ഐനൈൻ, 2 കണ്ണാണ്. വൽ മിൻഖറൈൻ, മൂക്കിന്റെ 2 ദ്വാരങ്ങളാണ്. വൽ ഫമി, വായയാണ്. വൽ ജറാഹാത്തിൻ നാഫിദത്തി, ശരീരത്തിൽ സംഭവിച്ച മുറിവുകളാണ്. ഇതൊക്കെയും ചെയ്യുന്നത് സുന്നത്താണ്. മാത്രമല്ല എന്നിട്ട് ഒരൽപ്പം പരുത്തി വീണ്ടും എടുത്തിട്ട് സുജൂദിന്റെ അവയവങ്ങളിൽ ഈ പറഞ്ഞതുപോലെ കർപ്പൂരവും സുഗന്ധവും ആക്കിയിട്ട് വെക്കണം. സുജൂദിന്റെ അവയവങ്ങൾ നെറ്റിയാണ്. വല്ലംഫു, മൂക്കാണ്. കൈ 2 കൈയിന്റെയും പള്ളയാണ്. മുട്ട് 2 മുട്ട്. വൽഖദമാനി, 2 കാലിന്റെ വിരലിന്റെ പള്ള. ഇത് നമ്മുടെ നാട്ടിൽ ചെയ്തു വരുന്നതാണ്. അത് ഇമാമികൾ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതാണ്. അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇത് ഞാൻ 2 ഗ്രന്ഥം മാത്രമേ ഇപ്പോൾ വായിച്ചിട്ടുള്ളൂ. ഇതേ ആശയം ബുജൈലിയിൽ 2-ാം വാള്യം 274-ാമത്തെ പേജിൽ നമുക്ക് കാണാം. എല്ലാ ഗ്രന്ഥങ്ങളിലും ഉണ്ട്. അത് വിഷയം പഠിച്ചവർക്കറിയാം. ഇമാമിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. പക്ഷെ ഇദ്ദേഹം പറയാണ്, നിങ്ങളുടെ നാട്ടിൽ പരുത്തി വെക്കുന്ന പരിപാടിന്റെ തലശ്ശേരിക്കാരെ, അത് ശരിയല്ല, അത് സുന്നത്തല്ല. സുന്നത്താണ് എന്ന് ഇമാമുകൾ പറയുന്നു. ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നു. മറ്റ് ഇമാമുകൾ പറയുന്നു. ശാഫി ഇമാം പറഞ്ഞു എന്നാണ് ഇമാം നബവി തങ്ങൾ ശറഹുൽ മുദല്ലിൽ പറഞ്ഞത്. തലശ്ശേരിക്കാരോട് ഞാൻ ചോദിക്കുന്നു, നമ്മൾ ആരെ സ്വീകരിക്കണം? 5-6 കൊല്ലം മുമ്പ് ഇവിടെ വന്ന ഒരാളെയാണോ സ്വീകരിക്കേണ്ടത്? അതല്ല, ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹുവിനെയാണോ സ്വീകരിക്കേണ്ടത്? ശാഫി ഇമാം പഠിപ്പിച്ചത് ഇവിടെ നടപ്പിൽ വരുത്തിയ അബ്ദുള്ള മുസ്ലിയാരെയാണോ സ്വീകരിക്കേണ്ടത്? ഈ തലശ്ശേരിയിലുള്ള മുസ്ലിം ബഹുജനങ്ങൾ വിഷയങ്ങളെ കുറിച്ച് പഠിക്കണമെന്നോ ഞാൻ ഈ പറയുന്നതിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. ഇനി മുഖാമുഖം ഇരിക്കാം. കിതാബുകൾ വെച്ച് നമുക്ക് ചർച്ചയാകാം. വാഗ്വാദത്തിന് വേണ്ടി വെല്ലുവിളിക്കുകയല്ല. വിഷയങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പേരിൽ വിഷമം കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിന് ഈ സമുദായത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം? മരിച്ച വീട്ടിൽ എന്തിന് ഫിത്ന ഉണ്ടാക്കണം? പൂർവ്വകാലം മുതലേ നടന്നു വരുന്ന ഒന്ന് അത് ശരിയല്ലെന്ന് പറഞ്ഞാൽ ആ ക്ലാസ് കേട്ട്, ആ CD കണ്ട് ഇതാണ് ശരിയെന്ന് ധരിച്ച് മരിച്ച വീട്ടിൽ ഒരു പുതിയാപ്പുഴ പഴയതുപോലെ ചെയ്യണമെന്നും 2ാമത്തെ പുതിയാപ്പുഴ അത് പറ്റില്ലെന്നും പറഞ്ഞ് എന്തിന് ഇല്ലാത്ത വിവാദങ്ങൾ സൃഷ്ടിക്കണം? അതെന്തിന് ഇമാമുകളുടെ പേരിൽ വെച്ച് കിട്ടണം? മുസ്ലിം ബഹുജനങ്ങൾ, തലശ്ശേരിയിലുള്ള നിഷ്പക്ഷമതികൾ ഗൗരവത്തോടുകൂടെ ഈ വിഷയം ഉൾക്കൊള്ളണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഞാൻ പറയട്ടെ, സമയം നമുക്ക് വളരെ കുറവാണ്, അതുകൊണ്ട് ചുരുക്കി പറയാം. മറ്റൊരു കാര്യം, ഇദ്ദേഹം എന്താ പറഞ്ഞത്? കഫം കുടയിലും മൈലാഞ്ചി ഇടുന്നു പോലും. അങ്ങനെ ഇവിടെ ഉണ്ടില്ല. അദ്ദേഹം പറയുന്നത് അത് അനാചാരമാണെന്നാണ്. അനാചാരം എന്ന് പറഞ്ഞാൽ ബിദ്അത്ത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് കറാഹത്തെങ്കിലും ആകണം. അപ്പോ കറാഹത്തെങ്കിലും ആകണം. ഹറാമാണ് സാധാരണ നിലയ്ക്ക് ബിദ്അത്ത് മുൻകറത്തെ ഹറാമ് എന്ന ആ വകുപ്പിലാണ് വരിക. അപ്പൊ ഈ രൂപത്തിൽ അനാചാരമാണ് മൈലാഞ്ചി ഇടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് വെച്ചുകൊടുത്താലേ സാധാരണ ഇവിടെ കാണുന്ന ഒരു കാര്യമാണ് പിന്നെ കഫൻ തുണിയില് മൈലാഞ്ചിട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തല്ല, ഇസ്ലാമിക ആചാരങ്ങളിൽ പെട്ടതല്ല. അത് നിങ്ങളുടെ നാട്ടിലെ അനാചാരമാണ്. സാധാരണ ഇവിടെ കാണുന്ന ഒരു അദ്ദേഹം പറയുന്നത് അനാചാരമാണ്, തങ്ങളുടെ സുന്നത്തല്ല. ഞാൻ ചോദിക്കട്ടെ, ഏത് കിതാബിലാണ് അത് അനാചാരമാണുള്ളത്? ഏത് പണ്ഡിതനാണ് അത് അനാചാരമാണെന്ന് പറഞ്ഞത്? ത്വീബ് അഥവാ സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ് എന്ന് ഇദ്ദേഹവും പറയുന്നുണ്ട്. എന്നാൽ ഹജ്ജിന് പോകുന്ന ആളുകൾ സുഗന്ധം ഒഴിവാക്കണം, ഉപയോഗിക്കുന്നത് ഹറാമാണെന്ന് നമുക്ക് കാണാം. ആ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ സ്ഥലത്ത് മൈലാഞ്ചിയുടെ കുരു അതും ത്വീബിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടില്ലേ? ത്വീബ് ഉപയോഗിക്കണം എന്ന് കിതാബുകളിലൊക്കെ മയ്യത്തിന്റെ ശരീരത്തിലും കഫംകുടയിലും ഉപയോഗിക്കണം എന്നില്ലേ? അപ്പൊ ഈ രൂപത്തിൽ ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരിക്കെ പൂർവ്വകാലം മുതലേ ഇവിടെയുള്ള പണ്ഡിതന്മാർ അത് കണ്ടിട്ടും വിമർശിക്കാതെ വന്നിരിക്കെ എന്തിന് വേണ്ടാത്തൊരു വിവാദം വലിച്ചിടണം? മൈലാഞ്ചി അതിലേക്ക് ഇടുമ്പോഴേക്ക് അത് വിധേയത്താകും, അത് അനാചാരമാകും എന്നെന്തിനൊരു പുതിയത് പറയണം? അത് ഏത് പുത്തൻ പ്രസ്ഥാനങ്ങൾക്കും
ഒരു സ്വഭാവമുണ്ട്. അവര് പണ്ട് പറഞ്ഞത് പറയില്ല. അങ്ങനെയാകുമ്പോ പിന്നെ ഇവർക്ക് എന്ത് വിലയുള്ളത്? പണ്ട് പറഞ്ഞതന്നെ പറയാതെ പിന്നെ ഇവരുടെ പ്രസ്ഥാനത്തിന് ഒരു ജനങ്ങളുടെ ഒരു സ്ഥാനമില്ലല്ലോ. പുതിയത് എന്തെങ്കിലും പറയാം, അപ്പൊ കുറച്ചാളെ കിട്ടും. അങ്ങനെ പുതിയത് പറഞ്ഞ ആളാകാൻ എന്തിന് ശ്രമിക്കണം? ഉള്ളത് പറഞ്ഞാൽ പോരെ. അപ്പൊ അനാചാരമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നു, മുസ്ലിം സമൂഹം ചോദിക്കേണ്ട ചോദ്യം, ഏത് ഗ്രന്ഥത്തിലാണ് അങ്ങനെയുള്ളത്? ഏത് കിതാബിലാണ് അങ്ങനെയുള്ളത്? ഏത് പണ്ഡിതനാണ് അങ്ങനെ പറഞ്ഞത് അത് വിദഗ്ധമാണ് എന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് ഈ പ്രസംഗം നടത്തിയ ക്ലാസ് നടത്തിയ ആളോട് ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഞാൻ പറയട്ടെ, ഇനി ഇയാൾ പറയുന്നത് സുഗന്ധം പുരട്ടണം. അതെവിടെയാ? നമ്മളൊക്കെ പഠിച്ചതും കിതാബിലുള്ളതും തലശ്ശേരിയിൽ ചെയ്യുന്നതും ഞാൻ മനസ്സിലാക്കുന്നത് സുജൂദിന്റെ അവയവങ്ങളിലായിരിക്കും. അങ്ങനല്ലേ? അല്ലെ? സുഗന്ധം പുരട്ടും. അതെവിടെ? സുജൂദിന്റെ അവയവങ്ങളിലാ പുരട്ട. നേരത്തെ നമ്മൾ പറഞ്ഞു പരുത്തി സുഗന്ധം പുരട്ടിയിട്ടാ വെക്കേണ്ടത്. അത് സുജൂദിന്റെ അവയവങ്ങളിലാ വെക്കുക. എന്നാൽ ഇദ്ദേഹം പറഞ്ഞ പരുത്തി വെക്കാൻ പാടില്ല, നേരത്തെ പറഞ്ഞു. ശേഷം അദ്ദേഹം പറഞ്ഞത് സുഗന്ധം പുരട്ടണം, പക്ഷെ അത് വുദൂവിന്റെ അവയവങ്ങളിലാണ്. എന്നിട്ട് അദ്ദേഹം വുദൂവിന്റെ അവയവങ്ങൾ എണ്ണുന്നുണ്ട്. എന്താ പറയുന്നത്? ഒന്ന് നെറ്റി. നിങ്ങൾ ആരെങ്കിലും കേട്ടിനോ? വുദൂവിന്റെ അവയവത്തിൽ നെറ്റി തടയാതെ മുഖം എന്ന് പറഞ്ഞാൽ റെഡി. പക്ഷെ അദ്ദേഹം പറയുന്നത് അങ്ങനല്ല. നെറ്റി, മൂക്ക്, കാലിന്റെ മുട്ട്, വുദൂവിന്റെ അവയവം. പക്ഷെ മുട്ട് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം തിരുത്തുന്നുണ്ട്. കുറെ അപ്പുറത്ത് ഇയാൾക്ക് ഒരു പിടുത്തം കിട്ടാതെ. അപ്പൊ അയാൾ പറയുന്നത് ആ മുട്ടില്ലാതെ. എന്തിനാണ് ഈ വേണ്ടാത്ത പഠിച്ചു നിൽക്കുന്നത്? അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറഞ്ഞൂടെ? എന്തിനാ ആളുകൾ? പക്ഷേ എന്ത് ചെയ്യാൻ? ഞാൻ തലശ്ശേരിക്കാരെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷെ ആളുകളൊക്കെ പോയി വളരെ സജീവമായി ഇത് ഇയാളെ നമുക്ക് കാതിയാരാക്കാൻ പറ്റുമെന്നുള്ളിടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആരൊക്കെ സാധിമാനായി മമ്മൂക്കാദിയൊക്കെ കഴിഞ്ഞു പോയ നാടാണ്. അങ്ങനത്തെ ഈ തലശ്ശേരിയിൽ ഈ വിവരക്കേട് മുഴുവൻ പറഞ്ഞ ഇദ്ദേഹത്തൊന്നും കാതിയാക്കിയ തരക്കേടില്ല എന്നിടത്തിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ തലശ്ശേരിയിലുള്ള ഈമാനുള്ള, ഇസ്ലാമുള്ള, തറവാടിത്തമുള്ള, തന്റേടമുള്ള മുസ്ലിം ബഹുജനങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നമ്മളെവിടെയാണ് എത്തി നിൽക്കുന്നത്? നമ്മൾ ആരെയൊക്കെ വലിച്ചെറിഞ്ഞിട്ടാണ് ഇയാളുടെ കൂടെ പോകുന്നത്? ഇവിടെ കിടക്കുന്ന അബ്ദുള്ള മുസ്ലിയാരൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോകാൻ മാത്രം ഇൽമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ള ഒരാളാണെങ്കിൽ തരക്കേടില്ല. എന്തൊരു സങ്കേതമാണിത്. അദ്ദേഹം പറയട്ടെ, സുഗന്ധം പറ്റുന്ന വുദൂവിന്റെ അവയവങ്ങൾ. ഞാൻ കുറെ കിതാബ് നോക്കി, ഇദ്ദേഹം പറയുന്ന ഇവിടെ ഉണ്ടോ? ഒരു കിതാബ് ഞാൻ കണ്ടില്ല. മയ്യത്തിനെ കഫൻ ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് മയ്യത്തിന്റെ ഉളൂഇന്റെ അവയവങ്ങളിൽ സുഗന്ധദ്രവ്യം പൂശലും സുന്നത്താണ്. നെറ്റി, മൂക്ക്, അതേപോലെ തന്നെ രണ്ട് കൈ, മുട്ട്, കാല്. അത് മുട്ടില്ല. പിന്നെ ഉളൂഇന്റെ അവയവങ്ങളിൽ ഒരു ഹദീസിൽ സുജൂദിന്റെ അവയവങ്ങളിൽ ചെയ്യൽ സുന്നത്തുന്നുണ്ട്. സുജൂദിന്റെ അവയവങ്ങളിൽ അപ്പം നെറ്റി, മൂക്ക്, കൈ, മുട്ട്, കാല്, ഇത്രയും സ്ഥലങ്ങളിൽ സുഗന്ധദ്രവ്യം പൂശൽ സുന്നത്താണ്. വുദൂവിന്റെ അവയവങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് മൂപ്പർ ആദ്യം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം വുദൂവിന്റെ അവയവങ്ങൾ എണ്ണി. ഒന്ന് നെറ്റി, വുദൂവിന്റെ അവയവം. പിന്നെ മൂക്ക്. അല്ല സുഹൃത്തെ, മുഖയല്ലേ വുദൂവിന്റെ അവയവം? നമ്മളൊക്കെ ഉണ്ട് അങ്ങനെയുണ്ട്. മുഖം, കൈ, തല, കാല്, ഇതൊക്കെയാണ് വുദൂവിന്റെ അവയവം. പക്ഷെ അതേ ഇവിടുന്ന് നെറ്റി, മൂക്ക്. പിന്നെയോ മുട്ട് പറഞ്ഞ അയാൾ തിരുത്തിക്കോട്ടെ. അപ്പൊ മുട്ട് ഇയാൾ പറഞ്ഞ് തിരുത്തിയിട്ട് പിന്നെ ഇയാൾക്ക് തോന്നി ഒരു ഹദീസിൽ അങ്ങനെയും ഉണ്ട് മൂപ്പരെ പ്രഖ്യാപനം. എന്തോ ഒരു സകല കിതാബുകളിലൊക്കെയും ഹദീസുകളിലും ഉള്ളത് സുജൂദിന്റെ അവയവങ്ങളിൽ എന്നാണ്. ഞാൻ നേരത്തെ വായിച്ചില്ല, മസാജിദി, സുജൂദിന്റെ അവയവങ്ങളിൽ. സുജൂദിന്റെ അവയവം ഞാൻ കിതാബ് വായിക്കും. അതിന്റെ മുമ്പ് അദ്ദേഹം ഒന്നുകൂടെ പറയട്ടെ, നിങ്ങൾ തീർത്ത് കേട്ടോളൂ. പിന്നെ ഒഴുവിന്റെ അവയവങ്ങളിൽ ഒരു ഹദീസിൽ സുജൂദിന്റെ അവയവങ്ങളിൽ ചെയ്യൽ സുന്നത്തുന്നുണ്ട്. സുജൂദിന്റെ അവയവങ്ങളിൽ അവ നെറ്റി, മൂക്ക്, കൈ, മുട്ട്, കാൽ, ഇത്രയും സ്ഥലങ്ങളിൽ സുഗന്ധദ്രവ്യം പൂശൽ സുന്നത്താണ്. സുജൂദിന്റെ അവയവങ്ങളിൽ ഒരു ഹദീസിലുണ്ട്. ചെയ്യേണ്ടത് എവിടെയാണ്? വുദൂഇന്റെ അവയവങ്ങളിലാണ്. എന്നാൽ അതാണോ ശരി? എന്താണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്? മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് സുജൂദിന്റെ അവയവങ്ങളിൽ എന്നാണ്. ശറഹുൽ മൻഹജ് 2-ാം വാള്യം 162-ാമത്തെ പേജിൽ പറഞ്ഞു, വഅലാ മസാജിദിഹി,
അവന്റെ സുജൂദിന്റെ അവയവങ്ങളിലാണ് ഈ സുഗന്ധദ്രവ്യം ആക്കേണ്ടത്. ശറഹുൽ മുഹദ്ദബിലും ഞാൻ നേരത്തെ വായിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു.